എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു അടിപൊളി നെക്ക് ഡിസൈൻ ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബീഡ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എംബ്രോയിഡറി ചെയ്യുന്ന അത്ര സമയമൊന്നും വരില്ല കേട്ടോ. ഇത് പല കളർ ബീഡ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഒക്കെ ചെറിയ സൈസ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. സ്മോൾ സൈസ് ബീഡ്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ല, നിങ്ങൾക്ക് സൂചിയും നൂലും വെച്ച് തുന്നിയിട്ട് ചെയ്യാം, ഗ്ലൂ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹോളില്ലാത്ത ബീഡ്സ് വേണം. അത് വെച്ച് ആ ഹോളില്ലാത്ത ബീഡ്സ് ആണ് നമ്മൾ ചെയ്യാം കേട്ടോ. അത് ശ്രദ്ധിക്കുക. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അതിൻ്റെ വീഡിയോ പഞ്ചിങ് മെഷീൻ വെച്ചിട്ട് ഡിസൈൻ ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഇനി നമുക്ക് നോക്കാം. ഇപ്പം ഞാൻ ഇതുപോലെ ചുരിദാറിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നെക്കൊന്നും മാർക്ക് ചെയ്തിട്ടില്ല. ഇനി എന്താ, നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും ചെയ്യാം കേട്ടോ. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടും നമുക്ക് ഡിസൈൻ ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ചെയ്യായിരിക്കും കുറച്ചുകൂടി നല്ലത്. തുന്നാന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കഴിഞ്ഞിട്ട് ചെയ്യുമ്പോൾ അത് കാണില്ലേ. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് കുറച്ചും കൂടി എന്താ പറയുക, പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം കേട്ടോ. കുറച്ച് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് ആണെങ്കിൽ അതിന് ശേഷവും ചെയ്യാം, സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലും ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് കാണിക്കുകയാണ്. ഇതെന്താണ്, നമുക്ക് ഇനി എന്താ നെക്ക് മാർക്ക് ചെയ്യണം. അതിനായിട്ട് ഇതിൻ്റെ ചുരിദാറിൻ്റെ സെൻറ്റർ നമുക്ക്, ഇതിൻ്റെ നെക്കിൻ്റെ സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. സെൻറ്റർ മാർക്ക് ചെയ്തു. അതിനുശേഷം നെക്ക് വിഡ്ത്ത് 3.5 അത് ജസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ട് സൈഡിലോട്ടും 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. നെക്ക് വിഡ്ത്ത് 3.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത് അഡൾട്ടിൻ്റെ സൈസാണ്, നമുക്ക് വലിയ സൈസാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മെഷർമെൻറ്റ് അറിയില്ല എന്നുണ്ടെങ്കിലും വലിയ ആൾക്കാർക്കാണെങ്കിലും 3.5 തന്നെ നെക്ക് വിഡ്ത്ത് എടുക്കാം. ഇനി നെക്കിൻ്റെ ഇറക്കമാണ് താഴോട്ട് മാർക്ക് ചെയ്യുന്നത്. നെക്ക് ലെങ്ത്ത് ഞാനിവിടെ 5.5 ഇഞ്ചാണ് എടുക്കുന്നത്. എനിക്ക് അത്ര എടുക്കേണ്ടെന്നുള്ളത് കൊണ്ടാണ് ഞാൻ 5.5 ഇഞ്ച് എടുക്കുന്നത്. നമുക്ക് 6 ഇഞ്ച് വരെ എടുക്കാം കേട്ടോ. 6 ഇഞ്ച് വരെ നെക്കിൻ്റെ ഇറക്കം എടുക്കാം. എന്നിട്ട് ഇതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം നമ്മൾ നെക്ക് വരച്ചു കൊടുക്കുന്നത്. ഇനി എന്ത് ചെയ്യുക, നമ്മൾ രണ്ട് സൈഡിലും 1.5 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാൻ റൗണ്ട് നെക്കാണ് ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഷേപ്പ് വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. സെൻറ്റർ നമുക്ക് മാർക്ക് ചെയ്യണം. രണ്ട് സൈഡിൽ ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, റൗണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ ഷേപ്പ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാണ്, 1/2 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്യാണ് കേട്ടോ. 1/2 ഇഞ്ച് അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ തൊട്ട് ഇങ്ങനെ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ്. ഒരു 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം മാത്രം നമ്മൾ ഡിസൈൻ ചെയ്ത് തുടങ്ങിയാൽ മതി. അത് എന്തായാലും നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ പ്രത്യേകിച്ച് ബീഡ്സ് ആണ്. അപ്പോൾ നമ്മൾ തുന്നുമ്പോൾ സൂചിയൊക്കെ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അതില്ലാണ്ടിരിക്കാനാണ് ഇതുപോലെ നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ട് വേണം എന്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ അങ്ങനെ ചെയ്യായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ 1/2 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മൾ 1.5 ഇഞ്ച് വിട്ടിലാണ് ഞാൻ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത്. 1.5 ഇഞ്ചാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി വലുത് വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ 2 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 1.5 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. റൗണ്ട് ഷേപ്പ് തന്നെ നമുക്ക് അതിൽ റൗണ്ട് ഷേപ്പ് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ചുറ്റും മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറക്റ്റായിട്ട് തന്നെ മാർക്ക് ചെയ്യുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, ഷോൾഡറിൻ്റെ അവിടെ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് വിട്ടിട്ട് ചെയ്താൽ മതി. അവിടെ നമുക്ക് സ്റ്റിച്ച് വരുന്നത് ഇല്ലേ. അപ്പോൾ 2 ഷോൾഡറിൻ്റെ അവിടെ നിന്നും 2 ഭാഗത്തു നിന്നും 1/2 ഇഞ്ച് വിട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതുപോലെ നെക്കിൻ്റെ അവിടെ നിന്നും ഷോൾഡറിൻ്റെ അവിടെ നിന്നും 1/2 ഇഞ്ച് നീക്കിയിട്ട് ചെയ്യാം കേട്ടോ. അത് ശ്രദ്ധിക്കാം. ഇതാ നമ്മൾ നെക്ക് വരച്ചില്ലേ, 1/2 ഇഞ്ച് വിട്ടത് വരച്ചത് ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കുക. പിന്നെ എന്താണ്, നമ്മൾ എക്സ്ട്രാ ഉള്ള ആ മാർക്ക് വരച്ചതൊക്കെ മായ്ച്ച് കളയാം കേട്ടോ. വെള്ളം തൊട്ട് മായ്ച്ചാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ആവും. പിന്നെ അതിൻ്റെ ഉള്ളിലാണ് നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. അതിനായിട്ട് പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പിൻ വേണം കേട്ടോ, പിൻ വേണം, ബീഡ്സും വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ബീഡ് എടുത്തിട്ട് ഇവിടെ മുകളിലാണ് കേട്ടോ ബീഡ് വെച്ച് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ പിന്ന് താഴെ വെച്ച് കൊടുക്കുക. ആ കൂർത്ത ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിലാണ് വെക്കേണ്ടത്. ഞാൻ ഓൾറെഡി വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ, ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ബീഡ് വെച്ച് കൊടുക്കുക, താഴെ പിന്നിട്ട് കൊടുക്കുക. പിന്നിൽ ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കൂർത്ത ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ വേണം ആ പിന്നിട്ട് കൊടുക്കാൻ. പിന്നെ എല്ലാ ബീഡ്സും സെയിം ആണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെയിം സൈസ് ബീഡ്സാണ് ഇവിടെ ചെയ്യുന്നത്, അതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതുപോലെ നമ്മൾ അവിടെ ഇവിടെയായിട്ട് വെച്ച് കൊടുക്കുകയാണ്. മാർക്ക് ചെയ്തിട്ടൊന്നുമല്ല ചെയ്യുന്നത്, അതിൽ നമ്മൾ വരച്ചിട്ടില്ല അതിൻ്റെ ഉള്ളിൽ മുഴുവനായിട്ടും വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ കളർ നോക്കിയിട്ട് വെച്ച് കൊടുത്താൽ മതി. ഇത് ഒത്തിരി സമയം എടുക്കില്ല കേട്ടോ. നമ്മൾ എംബ്രോയിഡറി ചെയ്യുന്ന ഒരു സമയം എടുക്കില്ല. നമുക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് എല്ലാതും ചെയ്ത് കഴിക്കാൻ പറ്റും. ഒരു ദിവസം മുഴുവനായിട്ടും വേണ്ട. അപ്പോൾ അത്രയും സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതുപോലെ നമ്മൾ ഫുള്ള് ചെയ്തെടുക്കണം കേട്ടോ. അത് നമ്മൾ വരച്ചിട്ടില്ലേ അവിടെ ഫുള്ള് നമ്മൾ ഈ ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ്. ഇതിൽ വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും. നമ്മൾ ഇതിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ടാവും എന്നുള്ളതാണ്. കുറച്ച് സ്പേസ് നമ്മൾ എങ്ങനെ ചെയ്താലും ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഗ്ലൂ വെച്ചിട്ടോ അല്ലെങ്കിൽ തുന്നി കൊടുത്താലും മതി. ഇതിപ്പോൾ ഹോളില്ലാത്ത ബീഡ്സ് ആയതുകൊണ്ട് ഞാൻ ഗ്ലൂ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഈ ഫാബ്രിക് ഗ്ലൂ ആണ്, ഇത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇല്ല തുന്നാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ലത്. ഗ്ലൂ വെക്കുന്നേക്കാളും കുറച്ചുകൂടി നല്ലത് തുന്നായിരിക്കും. ഇതിപ്പോൾ ഹോളില്ലാത്ത ബീഡ്സ് ആയത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അപ്പോൾ അത് ഞാൻ ഗ്ലൂ വെച്ച് കൊടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ഗ്യാപ്പ് വന്നില്ലേ, സ്പേസ് ഉള്ളിടത്തൊക്കെ നമ്മൾ ഇതുപോലെ ഗ്ലൂ വെച്ചിട്ട് അതൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് B7000 എന്ന് പറഞ്ഞ ഗ്ലൂ ഉണ്ട്, അത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ, അത് എടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫാബ്രിക് ഗ്ലൂ എടുത്തിട്ടുണ്ട്, ബ്ലൂ കളർ, അത് സുപ്രീം ഫാബ്രിക് ഗ്ലൂ എന്ന് പറഞ്ഞിട്ട് അത് കുറച്ചുകൂടി നല്ലതാണ്, കുറച്ചുകൂടി ക്വാളിറ്റി അല്ലെങ്കിൽ ലാസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം ഇതുപോലെയാണ് ഫൈനൽ ലുക്ക്. ഫുള്ള് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് കിട്ടാൻ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബെൽ ബട്ടൺ കൂടി വരും കേട്ടോ. അതൊന്ന് ക്ലിക്ക് ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പം മാത്രം ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.